ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഷോർട്ടായിട്ട് നോക്കാം. ഇതിൽ ഞാൻ ഇതിനു മുമ്പ് 3 വീഡിയോ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പലരും എന്തുകൊണ്ടാണ് ചൈനയുടെ വീഡിയോ പബ്ലിഷ് ചെയ്തത്, അതിൻ്റെ പുറകിലുള്ള കാരണങ്ങൾ എന്താണ്, ചൈന ഇന്ത്യയെക്കാളും 50 വർഷം മുൻപിൽ സഞ്ചരിക്കുന്ന രാജ്യമാണ് എന്നൊക്കെ പലതരത്തിലുള്ള കമൻറ്റുകളൊക്കെ വായിക്കാനിടയായി. അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും അല്ല ഇത്. ചൈന 50 വർഷം ഇന്ത്യയെക്കാളും മുന്നേ സഞ്ചരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിഷയമല്ല ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയും ഇന്ത്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്. ആ പ്രശ്നത്തിൻ്റെ സൂചന എന്ന് പറഞ്ഞാൽ വളരെ പ്രകടമാണ്. അമേരിക്ക യാദർശികമായിട്ട് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുമല്ല സിംഗപ്പൂരിൽ വെച്ചിട്ട്. അമേരിക്ക പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള പിന്തുണയാണ്, സപ്പോർട്ടാണ് ഇന്ത്യക്ക് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ മിസൈലുകൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വിൽക്കുകയാണ്. അതും 2 മാസങ്ങൾക്ക് മുമ്പേ ബ്രഹ്മോസിൻ്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇച്ചിരി ഡിഡക്ഷൻസ് വരുത്തിക്കൊണ്ട്, ഡിസ്കൗണ്ടഡ് പ്രൈസിൽ അഫോർഡബിലിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട്, മാക്സിമം ഇൻഡിജിനിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മിസൈൽ പ്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കോസ്റ്റ് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനും അതിലൂടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ബ്രഹ്മോസ് മിസൈൽ വിൽപ്പന നടത്താനുമാണ് തീരുമാനിച്ചിരുന്നത്. അതിനെ തുടർന്ന് ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ ബ്രഹ്മോസ് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്ത ഡീലിനെ കൺടെംപ്റ്റ് ചെയ്തുകൊണ്ട് ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്തോനേഷ്യ ഇന്ത്യയുമായിട്ട് ബ്രഹ്മോസ് മിസൈൽ ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത് ചൈനയെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ചൈനയുടെ സൂപ്പർ പവർ ഇൻ ഏഷ്യ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിന് വിരുദ്ധമാണ് ഇന്ത്യയുടെ പ്രവർത്തികൾ. ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇന്ത്യയും ചൈനയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി പറഞ്ഞിരുന്നത് ചൈനയുടെ നിലപാട് ഇന്ത്യയുടെ ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, ഇടപെടലുകൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കും. ചൈനയ്ക്ക് ആരുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യത്തിലും ഇടപെടാനുള്ള റൈറ്റ് അവർക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പുറമേ അവർ ഞങ്ങൾ ഇടപെടില്ല എന്നൊക്കെ പറയുന്നെങ്കിലും അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇടപെടും. ഇപ്പോൾ ഇതാ ഓപ്പണായിട്ട് തന്നെ അവർ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ വിയറ്റ്നാമിന് ബ്രഹ്മോസ് മിസൈൽ വിൽക്കുന്നതിൽ ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് അവർ ഓപ്പണായിട്ട് തന്നെ പ്രസ്താവനയിലൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് മനസ്സിലായല്ലോ. ഇനിയിപ്പം ഇന്തോനേഷ്യയ്ക്കും കൂടി ഇനിയിപ്പം ബ്രഹ്മോസ് വിറ്റ് കഴിഞ്ഞാൽ, ഓൾറെഡി ഫിലിപ്പൈൻസിന് കൊടുത്തപ്പോൾ തന്നെ ചൈനയ്ക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ഇനിയിപ്പം ഇന്തോനേഷ്യയ്ക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചൈന കട്ടക്കലിപ്പിലാവും. ചൈന തീർച്ചയായിട്ടും ലഡാക്ക് ബോർഡറിൽ വന്ന് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അരുണാചൽ പ്രദേശിൻ്റെ ഏരിയയിൽ വരും അവർ. ഇതുപോലെ പല മേഖലകളിലും അവർ കയറി വന്ന് ഇന്ത്യയുമായിട്ട് പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായിട്ട് ബോർഡർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച തുടരെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടതും മിലിറ്ററി തലത്തിൽ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടതും. അപ്പോൾ ഇതുകൊണ്ടാണ് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ ആവർത്തിച്ച് ഒരു 3 വീഡിയോകളായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചൈന 50 വർഷം മുന്നേ കൂട്ടി സഞ്ചരിക്കട്ടെ, അമേരിക്ക 250 വർഷം മുന്നേ കൂട്ടി ഡെമോക്രസിയിൽ സഞ്ചരിക്കട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. നമുക്കും ജീവിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അസ്സാമിലെ വിഷയത്തിലേക്ക് വരാം. അസ്സാം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. അസ്സാം എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അവിടുത്തെ CM ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയുണ്ടായി. അത് ഏതാണ്ട് മാർക്കോ റൂബിയോ ഇന്ത്യയിൽ, അത് പ്രത്യേകിച്ച് കൊൽക്കത്ത വിസിറ്റ് ചെയ്ത് മടങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം അസ്സാമിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. പക്ഷേ അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. സംഭവം വേറെ ഒന്നുമില്ല, UCC യൂണിഫോം സിവിൽ കോഡ് അസ്സാമിൽ നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഈ വാർത്ത. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യൻ സിറ്റിസൻസിനും ഒരേ മാതൃകയിലുള്ള സിവിൽ ലോ അഡ്വൈസ് ചെയ്യുന്ന ലോയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിവിൽ ലോ ആണ് ഇതിനകത്ത് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മാരേജ് ആക്ടിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഈ യൂണിഫോം സിവിൽ കോഡ് ചെലുത്തും. അതായത് പോളിഗേമി, അതായത് 10ഉം 20ഉം വിവാഹം കഴിക്കുക, അത് നടക്കത്തില്ല. അപ്പോൾ അതിനൊരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ലോ 27-ാം തീയതി മുതലാണ് അസ്സാമിൽ നടപ്പിലായിരിക്കുന്നത്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ്, ഇതെല്ലാം തന്നെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിഫോം സിവിൽ കോഡ് ഇപ്പം അസ്സാമിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട മതസംഘടനകളെല്ലാം തന്നെ ഇതിനെതിരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായമാണെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തിരുസഭ തീരുമാനിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അസ്സാമിൽ ട്രൈബൽ ഗ്രൂപ്പിൽപ്പെട്ട പ്രത്യേകിച്ച് 2 ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന്
ഫോറസ്റ്റിൽ താമസിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പും അതേപോലെ തന്നെ അർബൻ ഏരിയയിൽ താമസിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പിനും എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോ ഉണ്ട്. അവരെ ഇപ്പോഴും നമ്മളുടെ മെയിൻ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത്തരത്തിലുള്ള ആദിവാസികളുടെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. അത്തരത്തിലുള്ള എക്സംഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ അസമിൽ ഈ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുണ്ട്. মাননীয় মুখ্যমন্ত্রীর হৈ আপোনাৰ অনুমতি সাপেক্ষে মই দ্য ইউনিফৰ্ম চিভিল কোড আসাম বিল 2026 সদনত উত্থাপন কৰিলোঁ. ഇപ്പം ഈ മാരേജ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ തരത്തിലുള്ള കൾച്ചറൽ റിലീജിയസ് മാരേജും നടപ്പിലാക്കാം. അതിന് യാതൊരു തടസ്സമില്ല. നടപ്പിലാക്കിയ മാരേജ് 60 മുതൽ 90 ദിവസത്തിനകത്ത് അത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലായിരിക്കും, 10,000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. ഇനി മൾട്ടിപ്പിൾ മാരേജ് ചെയ്തിരുന്ന ആൾക്കാർ, ഇതിനു മുമ്പ് 1, 2, 3 വിവാഹം കഴിച്ചിരുന്ന ആൾക്കാർ, ആ 3 വിവാഹവും പ്രോപ്പറായിട്ട് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോ ഇംപ്ലിമെൻ്റ് ആയ ഡേറ്റ് മുതൽ, ഫോർ എക്സാമ്പിൾ മെയ് 27-ാം തീയതി മുതൽ ഫർദർ ആയിട്ടുള്ള ദിവസങ്ങളിൽ മാരേജ് ചെയ്യാൻ പാടില്ല. മീൻസ് 4ാമത് 5ാമത് പറഞ്ഞിട്ടുള്ള കല്യാണം കഴിക്കാൻ പാടില്ല. ഇതാണ് നിയമം. അതായത് 27-ാം തീയതിയോടുകൂടി നിർത്തിക്കോ. ഇനി പോളിഗേമി എന്ന് പറഞ്ഞാൽ ആ ഒരു ഗെയിം ഇനി ഇല്ല. അതാണ് അസമിൽ ഇപ്പം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇനി മറ്റൊരു വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് നിയമം അനുവദിക്കുന്ന രീതിയിലുള്ള പ്രോപ്പർ ഡിവോഴ്സ് സെറ്റിൽമെൻറ്റ്, കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ കസ്റ്റഡി, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കേണ്ട മാസപ്പടി, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തി കോടതി മുഖാന്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തീർപ്പാക്കിയിട്ട് വേണം മറ്റൊരു വിഭാഗത്തിലേക്ക് പോകാൻ. ന്യായമായിട്ടുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് അവിടെ പാസ്സാക്കിയിരിക്കുന്നത്, യൂണിഫോം സിവിൽ കോഡ്. ഇനി അടുത്ത് ഈ യൂണിഫോം സിവിൽ കോഡ് ഡിസ്കസ് ചെയ്യുന്ന വേറൊരു ഏരിയയാണ് സ്വത്തുവകകൾ, അസറ്റ് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇൻഹെറിറ്റൻസ് ത്രൂ കിട്ടുന്ന അസറ്റുകളായിക്കോട്ടെ, കിട്ടുന്ന ക്ലെയിം ആയിക്കോട്ടെ, അതുപോലെ തന്നെ അസറ്റുകളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഭാര്യ മരിച്ചാൽ ഭർത്താവിനും, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്കും സ്പൗസ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം മാൻഡേറ്ററി ആയിട്ട് വരികയാണ്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമ്മൾ മുസ്ലിം സമുദായത്തിനെ മൊത്തത്തിൽ വിലയിരുത്തേണ്ട ആവശ്യമില്ല. മുസ്ലിം വ്യക്തി നിയമം അതുപോലെ തന്നെ ഇസ്ലാമിക് ലോ ഉണ്ട്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമാവലി ഇസ്ലാം മത വിശ്വാസികൾക്കുണ്ട്. അതിനനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്ത് ഡയറക്റ്റ് ഭാര്യയ്ക്ക് കിട്ടില്ല, സഹോദരന്മാർക്ക് പോകുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള പരിപാടികളൊന്നും ഇനി നടക്കില്ല. ആ ഉഡായിപ്പൊക്കെ ഇനി നിർത്തി വെച്ചിട്ട് യൂണിഫോം സിവിൽ കോഡ് ഫോളോ ചെയ്യാനാണ് അസം പറയുന്നത്. അസമിൽ 34% ഇസ്ലാം മത വിശ്വാസികളാണ്. ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ അനധികൃതമായിട്ട് കുടിയേറി പാർത്തിരിക്കുന്ന സ്റ്റേറ്റും അസമാണ്. അപ്പോൾ ഈ അസം സ്റ്റേറ്റിൽ തന്നെ ഇത് നടപ്പിലാക്കാനുള്ള കാരണം ഈ ലേറ്റസ്റ്റ് ഇലക്ഷനിൽ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഹേമന്ത് ബിശ്വാസ് ശർമ്മ എന്ന് പറഞ്ഞ അവിടുത്തെ നിലവിലെ CM വിജയിച്ചത്. വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. സോ പുള്ളിയുടെ ഒരു ഇലക്ഷൻ വാഗ്ദാനം കൂടിയായിരുന്നു UCC, യൂണിഫോം സിവിൽ കോഡ്. അപ്പോൾ അത് പുള്ളിക്കാരൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അസമിൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഇനി അടുത്ത് വെസ്റ്റ് ബംഗാളിൽ UCC നടപ്പിലാക്കാൻ പോവുകയാണ് BJP ഗവൺമെൻറ്. തീർച്ചയായിട്ടും BJP ഇതര പൊളിറ്റിക്കൽ പാർട്ടി ലീഡ് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ലൂപ്പ് ഹോൾ ഇപ്പോൾ നിലവിൽ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുള്ളത്, നിങ്ങൾക്കൊരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ആസ് യു ആർ ആൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലേക്കും പോകാനുള്ള പെർമിഷൻ ഉണ്ട്. ഇപ്പം അസമിൽ മാത്രമാണ് UCC നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അസമിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് UCC നിലവിലില്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് അവിടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ UCC ആക്ട് വരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഇപ്പോൾ നിലവിൽ ഈ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം, ഇങ്ങനൊരു പരിമിതി ഇതിനുണ്ട്. പക്ഷേ ഓവറോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇത് സേഫ് ആയിരിക്കും. ഇപ്പോൾ അടുത്ത് വെസ്റ്റ് ബംഗാളാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാളിൻ്റെ ഉള്ളിൽ DDD എന്ന് പറഞ്ഞ DDD, ഡിഡക്ട് ദ ഇല്ലീഗൽ ഇമിഗ്രന്റ്, ഡെലീറ്റ് ഹിസ് ഗവൺമെന്റ് റെക്കോർഡ് ആൻഡ് ഫർദർ പ്രൊസീഡ് ഫോർ ദ ഡീപ്പോർട്ടേഷൻ. ഈ DDD ഇപ്പം വളരെ ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. മമതാ ബാനർജി അതേപോലെ തന്നെ ഉള്ളിൽ തന്നെ വലിയ ഇന്റർണൽ പൊളിറ്റിക്സിൽ വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ മമതാ ബാനർജിയുടെ ഫോൺ കോൾ പോലും ലോവർ ലെവലിലുള്ള പാർട്ടി മെമ്പേഴ്സ് പോലും അറ്റൻഡ് ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം സെൻട്രൽ ഗവൺമെന്റ് ഇത്തവണ അവിടെ ഇലക്ഷൻ നടപ്പിലാക്കിയപ്പോൾ കോടതിയുടെ അനുവാദത്തോടു കൂടി സെൻട്രൽ ഫോഴ്സിനെ ഇറക്കിയാണ് അവിടെ ഇലക്ഷൻ നടപ്പിലാക്കിയത്. ഇലക്ഷൻ കഴിഞ്ഞിട്ടും കൗണ്ടിങ് കഴിഞ്ഞിട്ടും ത്രൂ ഔട്ട് 1 മന്ത് അവിടെ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുങ്ങി. പണ്ടത്തെ പോലെ ഇപ്പം മമതാ ബാനർജിയുടെ സമയത്ത് സ്റ്റേറ്റ് അവിടെ ഒരുപാട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് CCTV വരെ വെച്ചിട്ട് ഈ പോളിംഗ് ബൂത്തിനുള്ളിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്.
അത്തരത്തിൽ വോട്ടിംഗ് പാറ്റേണൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് ജനങ്ങളെ മുൾമുനയിൽ നിർത്തി വോട്ട് ചെയ്യിപ്പിച്ച് വിജയിപ്പിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന മമതാ ബാനർജി കസേരയിൽ നിന്നും താഴെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്യൂറോക്രസിയിൽ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ വിങ് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെയുള്ള പവർ പൊളിറ്റിക്സിൽ വളരെ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന ബ്യൂറോക്രസികളുണ്ടല്ലോ, IAS ഉദ്യോഗസ്ഥർ, പല ഡിപ്പാർട്ട്മെന്റുകളുടെയും ഡയറക്ടേഴ്സ്, അതുപോലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയുള്ള പല ബ്യൂറോക്രാറ്റിക് പൊസിഷനിലും മാറ്റം വരുത്തും. അതാത് ഗവൺമെന്റിൽ താല്പര്യമുള്ള ആൾക്കാരെ അവിടെ നിയമിക്കുകയും അങ്ങനെ ഒരു ഷഫ്ലിംഗ് നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷഫ്ലിംഗ് ഇപ്പം വെസ്റ്റ് ബംഗാളിലും നടക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനെ തുടർന്ന് പല ഉദ്യോഗസ്ഥരും തൃണമൂൽ കോൺഗ്രസിനെ അനുകൂലിച്ചിരുന്ന പല ബ്യൂറോക്രറ്റുകളെയും ഇപ്പം പദവിയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ഇതും തൃണമൂൽ കോൺഗ്രസിന് ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് അവർ ചെയ്തു വെച്ചിരുന്ന അഴിമതികൾ പലതും ഇനി പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത സെൻട്രൽ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഈ 3 സ്റ്റേറ്റുകളിലും UCC നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഡിസ്കഷൻസിലാണ്. കേരളത്തിൽ ഇപ്പോൾ പോസിബിൾ അല്ല, കാരണം അറിയാമല്ലോ, പൊളിറ്റിക്കൽ സെനാറിയോ അതിന് അനുയോജ്യമല്ല. അതുകൊണ്ടാണ് UCC ഒരു റിഫോർമേഷൻ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷിഫ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നെസസറി ഷിഫ്റ്റാണ്. ഇത് നടക്കേണ്ടത് അനിവാര്യമാണ്. നമ്മൾ മോഡേൺ സൊസൈറ്റി ആണെന്ന് പറഞ്ഞാൽ പോരാ, മോഡേൺ സൊസൈറ്റിക്ക് അനുയോജ്യമായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ അതാണ് വേണ്ടത്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ പെരുമാറണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ബിഹേവിയറിലെ ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ UCC പോലത്തെ യൂണിഫോം സിവിൽ കോഡുകൾ മതത്തിനതീതമായി, ജാതിക്കതീതമായി, കൾച്ചറൽ നോംസിന് അതീതമായിട്ടുള്ള ഒരു ലോയിൽ നമ്മൾ ബൈൻഡഡ് ആയിരിക്കണം. എന്നാലേ നമ്മൾ ഒരു ഈക്വൽ റൈറ്റിന് അർഹനാവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വ്യത്യസ്ത തട്ടുകളിലായിരിക്കും എപ്പോഴും നീതി ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് UCC നമ്മുടെ സൊസൈറ്റിക്ക് വളരെ അനിവാര്യമാണെന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.